നന്നായിട്ടൊന്നുമില്ല. എനിക്ക് പൈസ കൊടുത്തത് വെറുതായിട്ട് തോന്നിയില്ല. അത്ര ബെസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പടം കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ ഒരു ലൈഫ് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല പടം. ഇറ്റ്സ് നോട്ട് എ ഫാമിലി എൻ്റർടൈനർ ബട്ട് ഇറ്റ് ഇസ് ഗുഡ് മൂവി. അവസാനം ക്ലൈമാക്സ് ഉള്ള അതുവരെ കുറച്ച് ആഴ്ചയിലുണ്ടെങ്കിലും നല്ല രസമാണ് കാണാൻ. നായാട്ട് കണ്ട് വാവ് അടിച്ച് എല്ലാവരും വന്ന് കാണേണ്ട പടം തന്നെയാണ്. ഒബ്വിയസ്ലി കാണണം. സൂപ്പർ സിനിമ. ഇതുപോലൊരു സിനിമ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊരു സിനിമയല്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു സ്റ്റോറി എടുത്തിരിക്കുന്ന ആൾ ഷാഹിദ് കബീർ സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പോലീസുകാർ ചെയ്യുന്നതിനെല്ലാം ഉള്ള ഫലം കിട്ടുന്നുണ്ട്. അത് ചെയ്യാതെ കുറ്റം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു സിനിമയായിട്ട് കാണാം. നമുക്ക് 2 മണിക്കൂറൊന്ന് തിയേറ്ററിൽ തീരുന്നില്ല എന്ന് നമുക്ക് തോന്നും. 2ാം ഭാഗം ഉണ്ടാവുന്ന ഇതുണ്ട്. സൂപ്പർ സിനിമ, നല്ലൊരു സിനിമ. മേക്കിംഗ് എല്ലാം സൂപ്പറാണ്. മേക്കിംഗ്, ക്യാമറ വർക്ക്, ലൊക്കേഷനാണ് സെറ്റപ്പായിട്ടുള്ളത്. കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെയാണ്. നല്ല സൂപ്പർ സിനിമയാണ്. നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ വേറെ പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല. ഇതൊരു സിനിമയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പോലീസുകാർ ഒറിജിനലായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനെ സൂപ്പർ. ദിലീഷ് പോത്തനും 2 പേരും ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അവർ സൂപ്പറാണ്. നല്ല സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. കാണാൻ നന്നായിരുന്നു. കൊള്ളായിരുന്നു. നൈസായിരുന്നു. നല്ലൊരു പടം. നല്ലതായിരുന്നു. അവസാനം ക്ലൈമാക്സ് ഉള്ള അതുവരെ കുറച്ച് ആഴ്ചയിലുണ്ടെങ്കിലും നല്ല രസമാണ് കാണാൻ. പോലീസുകാരൻ്റെ അതെ നായാട്ട് പോലെയല്ല, മറ്റേ അതിനു മുമ്പ് ഈ ഡയറക്ടർ എടുത്ത പടത്തിൻ്റെ കൂട്ട് തന്നെ. ഇറ്റ്സ് എ നൈസ് മൂവി. ഇറ്റ്സ് ഗുഡ് ആക്ടിംഗ് ബൈ ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യു. ബട്ട് ക്ലൈമാക്സ് ഇസ് ജസ്റ്റ് ബട്ട് ഐ ലൈക്ക്. ലാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല പടം. കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. കുഴപ്പമില്ലെന്നുള്ളൂ. അത്ര നന്നായിട്ടൊന്നുമില്ല. എനിക്ക് പൈസ കൊടുത്തത് വെറുതായിട്ട് തോന്നിയില്ല. അത്ര ബെസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. ആ ലാസ്റ്റത്തെ പോർഷൻ മാത്രമേ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അഭിനയമൊക്കെ കൊള്ളാം. എല്ലാവരും ആക്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി എത്ര അടിപൊളി പടം കേട്ടോ. നല്ല അടിപൊളി പടം. അടിപൊളി സെറ്റ്. നായട്ടിനെങ്ങാട്ടി അടിപൊളി പടം. സൂപ്പർ. കൊള്ളായിരുന്നു. നല്ല കൊള്ളായിരുന്നു. നല്ല പടം. മേക്കിംഗ് നല്ല രസമുണ്ടാകുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസാണ്. അത് കാണാൻ വേണ്ടി വീണ്ടും കാണാൻ വരാം. പടം നായാട്ടിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ളൊരു പടമാണ്. പടം കണക്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ആവും. പോലീസുകാരുടെ ഒരു ലൈഫ് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. രക്ഷയില്ല. അടിപൊളി. നല്ല അടിപൊളി പടം. നല്ല പടം ബ്രോ. അടിപൊളി പടമാണ് ബ്രോ. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടും സിമ്പിളായിട്ടും പോയി. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. ദിലീഷ് പോത്തൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് മീഡിയ, പൊളിറ്റിക്സ്, പോലീസൊക്കെ കേസുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ വളരെ വളരെ ബെസ്റ്റായിട്ട് നായാട്ടി കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് OTT ആയിരുന്നു. പക്ഷേ ഇത് തിയേറ്ററിൽ നായാട്ട് കണ്ട് വാവ് അടിച്ച് എല്ലാവരും വന്ന് കാണേണ്ട പടം തന്നെയാണ്. ഒബ്വിയസ്ലി കാണണം. ഓഡിയൻസിന് നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഞാനൊരു ലോ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും പോലീസ് എങ്ങനെ കേസ് എടുക്കുന്നു എല്ലാം നമുക്ക് മനസ്സിലാവും. ഓഡിയൻസിന് അത്യാവശ്യം നന്നായിട്ട് കണക്റ്റ് ആവുന്നൊരു പടം തന്നെയാണ്. ഓബ്വിയസ് എല്ലാവരും കാണണം. നായാട്ട് കണ്ട് എല്ലാവരും വാവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് OTT റിലീസ് ചെയ്താൽ എന്തായാലും ഇത് കാണേണ്ട പടം തന്നെയാണ്. ദിലീഷ് പോത്തൻ ബെസ്റ്റ്. റോഷൻ മാത്യൂസ് ആണെങ്കിലും നല്ല പടമായിരുന്നു. ദിലീഷ് പോത്തൻ എസ്പെഷ്യലി കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു.